ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. സത്യസന്ധമായി ഉപസമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അവർക്കെല്ലാം അറിയാമെങ്കിൽ പോലും രാഷ്ട്രീയമായ നിർദ്ദേശങ്ങളും സമ്മർദ്ദങ്ങളും വന്നതിനെ തുടർന്നാണ് ഈ ഒരു നിലയിലേക്ക് സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്ത് തള്ളിവിടാൻ അവർ നിർബന്ധിതരായത്. യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് CPM നേതൃത്വമാണ്. ബഹുമാന്യനായ CPM സെക്രട്ടറി രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് അവർ തന്നെയാണ് ഇതിൽ രാഷ്ട്രീയം കലർത്തി പ്രശ്നപരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നത്, പ്രശ്നപരിഹാരത്തിന് വിഘാതമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് അവരാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തീരുമാനിച്ച ഒരു കാര്യം, പ്രിൻസിപ്പലിനെ പരീക്ഷാ സംബന്ധമായ സർവ്വ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാക്കി, ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ നിന്നും ഒഴിവാക്കി, ഹോസ്റ്റലിലെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ന്യായമായ പ്രസക്തമായൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പരീക്ഷാ നടത്തിപ്പിൽ നിന്നും 5 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ ഒരു വ്യക്തി പിന്നെ അവിടെ പ്രിൻസിപ്പളായി തുടരുന്നത് ശരിയാണോ? സാങ്കേതികമായി വേണമെങ്കിൽ അവർക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ ധാർമ്മികമായി ഒരിക്കലും ശരിയല്ല. കാരണം സിൻഡിക്കേറ്റ് തന്നെ, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ തന്നെ അവിശ്വാസം അവരിൽ രേഖപ്പെടുത്തി. ഒരു പ്രിൻസിപ്പലിൻ്റെ പ്രധാന ജോലിയാണ് പരീക്ഷാ നടത്തിപ്പ്. ഇൻറ്റീരിയർ അസസ്മെൻറ്റിൻ്റെ പ്രധാന നടത്തിപ്പ് പ്രിൻസിപ്പലിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ പ്രിൻസിപ്പലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും പാടില്ല എന്ന് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പറയുക വഴി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രിൻസിപ്പലിൽ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി. നേരത്തെ വിദ്യാർത്ഥികളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട ആ പ്രിൻസിപ്പൽ ഇനിയും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കരുത്. എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവർ രാജിവെച്ച് പോകുകയാണ് ഉത്തമം. നീണ്ടുപോകാൻ ഇടവരുത്തുന്നത് CPMൻ്റെ ഇടപെടലാണ് അതിനിടവരുത്തതെന്ന് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് CPM ഈ വിഷയത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നീങ്ങുന്നത് ഒഴിവാക്കണം. പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന CPMൻ്റെ ഇപ്പോഴത്തെ നിലപാട്, അതിൽ നിന്ന് അവർ പിന്തിരിയണം. സർക്കാർ ഈ ദിവസം ഇപ്പോൾ സർക്കാരിന് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ തന്നെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫലപ്രദമായി വിനിയോഗിച്ച് പ്രിൻസിപ്പൽ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. പ്രിൻസിപ്പൽ രാജിവെക്കണം. പ്രിൻസിപ്പലിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. അതിന് സർക്കാരിന് ഒരുപാട് സാധ്യതകളുണ്ട്. സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും കുഴപ്പങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അഫിലിയേഷൻ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പിൻവലിക്കുക എന്നുള്ളത് സാധാരണ നടപടിയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ലോ അക്കാദമി ലോ കോളേജ് സർക്കാർ ഏറ്റെടുക്കണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടത്. ഇതിനിടയിലാണ് ഭൂമി സംബന്ധമായ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നത്. ഈ വിഷയം സജീവമായി വന്നതുകൊണ്ടാണ് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് ഇപ്പോഴാണ്. ഇതേക്കുറിച്ചൊന്നും നേരത്തെ വിശദമായ ചർച്ച വരികയോ ആരുടെയെങ്കിലും അറിവിലേക്കോ വന്നിട്ടില്ല. 68-ൽ ഭൂമി നൽകിയത് തന്നെ നേരത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ഗവർണർ ചീഫ് പാറ്റേണായി, മുഖ്യമന്ത്രി പാറ്റേണായി, മന്ത്രിമാർ
ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ അംഗങ്ങളായിട്ടുള്ളൊരു സംവിധാനത്തിനാണ് ഭൂമി നൽകിയിട്ടുള്ളത്. ആ അവസ്ഥയിൽ നിന്നും എങ്ങനെ ഈ അവസ്ഥയിലെത്തി, ഈ നിലയിലെത്തി, അത് ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ സജീവമായി ഉയരുന്നു, സമൂഹത്തിൽ സജീവമായി ചർച്ചാ വിഷയമാകുന്നു. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഗവൺമെൻറ്റിനോ ഒരു ഭരണ സംവിധാനത്തിനോ ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വിദ്യാർത്ഥികൾ നടത്തി വരുന്ന സമരത്തിന് പൂർണ്ണമായ ഐക്യദാർഢ്യമാണ് KPCC പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി സമരത്തിന് സമ്പൂർണമായ പിന്തുണ തുടർന്നും നൽകും. വിദ്യാർത്ഥി സമരത്തെ സഹായിക്കുന്നതിന് സമരസഹായ സമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമരം നടത്തുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി സമരത്തിന് പൂർണ്ണമായ പിന്തുണയാണ് പാർട്ടി നൽകുന്നത്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, പുറമേ നിന്ന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സമര സഹായ സമിതിയുടെ രൂപീകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ വിഷയം സജീവമാകുന്നതിന് തൊട്ട് മുമ്പാണ് തൃശ്ശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ദാരുണമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇത്രയേറെ നാളുകളായിട്ടും ജിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് പോലെ, അഭ്യർത്ഥിക്കുന്നത് പോലെ ആ ദുരൂഹ മരണത്തിൻ്റെ വസ്തുതകൾ സത്യസന്ധമായി പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. തന്നെയല്ല, ജിഷ്ണുവിൻ്റെ മാതാവിൻ്റെ ഒരു തുറന്ന കത്ത് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അവർ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. VM സുധീരൻ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. വിദ്യാർത്ഥി സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് സമിതി തന്നെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ലക്ഷ്മി നായർക്കെതിരെ അവിശ്വാസം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥി സമരത്തിന് എല്ലാവിധ പിന്തുണയും ഇതിനായി ഒരു സമര സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും VM സുധീരൻ പറയുകയുണ്ടായി.